പോർഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് സ്പേസ്. മക്കളുടെ ബുക്കിൽ ഒന്ന് എഴുതുക. സ്പേസ്. നമ്മൾ ഓരോ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത് പല രീതിയിലുണ്ട്. എന്തൊക്കെ പറയാം? ഒരു ഒബ്ജക്റ്റ് എന്തിനെങ്കിലും മുകളിലാണെന്ന് പറയാം, താഴെയാണെന്ന് പറയാം, സൈഡിലാണെന്നൊക്കെ പറയാം. അല്ലേ? ആണോ? ഒരു ഒബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ ഒരു നമ്മളിപ്പോ ടേബിളിന്റെ പുറത്ത് ഒരു കുപ്പി വെച്ചു. കാണാവോ? ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ ഈ കുപ്പി ഇരിപ്പുണ്ട്. കാണുന്നുണ്ടോ? ഇപ്പൊ ഈ കുപ്പി ഇങ്ങനെ ടേബിളിൽ വെച്ചു. കണ്ടോ? ടേബിളിൽ വെച്ചു. അപ്പൊ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോട്ടിലാണ്. അപ്പൊ ഈ ബോട്ടിൽ എവിടെയാണെന്നാ നമ്മൾ പറയേണ്ടത്? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എവിടെയാണ്? ഓൺ ദ ടേബിൾ. എന്തെങ്കിലും ഒരു സാധനം, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എന്താണ്, അത് നമ്മുടെ ഒബ്ജക്റ്റ് എന്തിന്റെങ്കിലും മുകളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. അതാ മുകളിലല്ല, താഴെയാണെങ്കിൽ എന്ത് പറയും? താഴെയാണെങ്കിൽ അണ്ടർ ദ ടേബിൾ. അതായത് ഇപ്പൊ ഞാൻ ഈ ടേബിളിനെ വെച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഒബ്ജക്റ്റ് ഇപ്പൊ നമ്മുടെ ഈ ടേബിളിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. എന്താന്നാ പറയുന്നത്? അണ്ടർ ദ ടേബിൾ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിത് ഇങ്ങനെ ഇവിടെ അടുത്ത് പിടിച്ചേക്കുക. എന്റെ അടുത്താണ് ഞാൻ ഈ കുപ്പി പിടിച്ചേക്കുന്നത്. കണ്ടില്ലേ? അടുത്താണെങ്കിൽ എന്ത് പറയും? ഇറ്റ് ഈസ് നിയർ ടു മീ. എനിക്ക് അടുത്താണിത്. അപ്പൊ ഇറ്റ് ഈസ് നിയർ ടു മീ. അടുത്തെന്നുള്ളതിന് എന്താ പറയുന്നത്? നിയർ. എന്താ പറയുന്നത്? നിയർ. ഇത് അകലെയാണെങ്കിലോ, ഞാൻ മാറ്റി പിടിച്ചു, അന്നേരം ഇതിന് എന്ത് പറയും നമ്മള്? ഇറ്റ് ഈസ് ഫാർ ഫ്രം മീ. ഇത് ദൂരെയാണ്. ഇറ്റ് ഈസ് ഫാർ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ വാക്കുകളാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചു ടോപ്പ് പഠിച്ചു, ഓൺ ദ ടോപ്പ് ഓഫ് ദ ടേബിൾ പഠിച്ചു, ബോട്ടം പഠിച്ചു, നിയർ പഠിച്ചു, ഫാർ പഠിച്ചു. ആണോ? പിന്നെ നമ്മൾ ഓൺ പഠിച്ചു, ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ പഠിച്ചു, അണ്ടർ ദ ടേബിൾ പഠിച്ചു, ബോട്ടം ടോപ്പും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇതിപ്പോ എന്റെ കൈയുടെ മുകൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? കൈയുടെ മുകളിലാണെങ്കിൽ എന്ത് പറയും? ഇറ്റ് ഈസ് ഓൺ ദ ടോപ്പ്. അല്ലെ? ടോപ്പ് ഓഫ് മൈ ഹാൻഡ്. എന്റെ കൈക്ക് മുകളിലാണ് എന്തെന്ന് പറയുന്നത്? ഈ കുപ്പി. അല്ലെ? ഇറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് മൈ ഹാൻഡ്. ഇങ്ങനെയാണെങ്കിലോ, താഴെയാണെങ്കിലോ? ഇറ്റ് ഈസ് ഓൺ ദ ബോട്ടം ഓഫ് മൈ ഹാൻഡ്. താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ദ ബോട്ടം ഓഫ് മൈ ഹാൻഡ്. മനസ്സിലായോ? നമ്മളിപ്പോ എന്തൊക്കെ വാക്കുകളാണ് പഠിച്ചേ? ടോപ്പ് പഠിച്ചു, ബോട്ടം പഠിച്ചു, നിയർ പഠിച്ചു, ഫാർ പഠിച്ചു, ഓൺ പഠിച്ചു, അണ്ടർ പഠിച്ചു. അല്ലെ? ഓൺ ദ ടേബിൾ, അണ്ടർ ദ ടേബിൾ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലം എവിടെയാണ്? നിങ്ങളുടെ വീടിന് പുറത്ത്. അല്ലെ? കളിക്കാൻ പോകുന്നത് നമ്മുടെ വീടിന് പുറത്തല്ലേ? നമ്മൾ TV കാണുന്നത് എവിടെയാണ്? അകത്ത്. അല്ലെ? അപ്പൊ പുറത്തെന്നുള്ള വാക്കിനെ നമ്മൾ എന്ത് പഠിക്കും? ഇറ്റ് ഈസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ഓഫ് മൈ ഹോം. എവിടെയാണ് ഞാൻ കളിക്കാൻ പോയത്? ഔട്ട്സൈഡ് ഓഫ് മൈ ഹോം. എവിടെയാണ് നമ്മൾ TV കാണുന്നത്? നമ്മുടെ വീടിനകത്ത്. അപ്പൊ എന്ത് പറയും? ഇറ്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡ്. ഇൻസൈഡും ഔട്ട്സൈഡും എന്താന്ന് മക്കൾക്ക് മനസ്സിലായോ? അപ്പോ മിസ് പറയുന്നത്, ഇപ്പോ നിങ്ങൾ കടയിൽ പോയി. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾക്ക് കടയിൽ പോയപ്പോ there is a shop on the outside of the park. നിങ്ങൾ ഒരു കടയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് വിചാരിക്കൂ. ആ പാർക്കിന് പുറത്താണ് ഈ ഷോപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദ പാർക്ക്. ഇത് പാർക്കിന് പുറത്താണ്, ഔട്ട്സൈഡിലാണ്. ഇറ്റ് ഈസ് ദ ഷോപ്പ് ഈസ് ഓൺ ഔട്ട്സൈഡ് ദ പാർക്ക്. പാർക്കിന് പുറത്താണ് ഷോപ്പ് ഉള്ളത്. നമ്മൾ TV കാണുന്ന സ്ഥലം, അതായത് TV ഈസ് ഇൻസൈഡ് മൈ ഹോം. TV എവിടെയാ ഉള്ളത്? നമ്മുടെ വീടിന്റെ അകത്താണ് ഉള്ളത്. അല്ലേ? ടെലിവിഷൻ ഈസ് ഇൻസൈഡ് മൈ ഹോം. അല്ലേ? മനസ്സിലായോ? ഇൻസൈഡും ഔട്ട്സൈഡും എന്താന്ന് മനസ്സിലായോ? യെസ്. ഓക്കെ. Now above, below. അടുത്ത വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. above and below. എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്? above and below. above എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ. എന്താണ് അർത്ഥം? മുകളിൽ. ഓക്കെ? മുകളിൽ. below എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? താഴെ. എന്താണ് below എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? താഴെ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ സ്പേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു? ബോട്ടം പറഞ്ഞു, ടോപ്പ് പറഞ്ഞു, ഓൺ പറഞ്ഞു, അണ്ടർ പറഞ്ഞു,
ഫാർ പറഞ്ഞു, നിയർ പറഞ്ഞു, ഇൻസൈഡ്, ഔട്ട്സൈഡ്, പിന്നെ എബവ്, ബിലോ. ഇത്രയും പറഞ്ഞത് മക്കൾക്ക് മനസ്സിലായോ? എന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ മനസ്സിലായോ? ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കാണാം. In this module, you will learn about position of an object. Click on the appropriate position word. Book. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ബുക്ക് അണ്ടർ ദ ടേബിൾ ആൻഡ് ബോക്സ് ഓൺ ദ ടേബിൾ ആണോ? ബുക്ക് അണ്ടർ ദ ടേബിൾ ആണോ? ബോക്സ് ഓൺ ദ ടേബിൾ ആണോ? നോ, ബോക്സ് അണ്ടർ ദ ടേബിൾ ആൻഡ് ബുക്ക് ഓൺ ദ ടേബിൾ. ബുക്ക് ആണ് ടേബിളിന് മുകളിൽ ഇരിക്കുന്നത്, ബോക്സ് എവിടെയാണ്? ടേബിളിന് താഴെയാണ്. അപ്പൊ എന്ത് വരും? ബോക്സ് അണ്ടർ ദ ടേബിൾ ആൻഡ് ബുക്ക് ഓൺ ദ ടേബിൾ. ഓക്കേ, നൗ Click on the appropriate position word. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ഡോളിനെ തന്നിട്ടുണ്ട്, ഒരു ഡോഗിനെ തന്നിട്ടുണ്ട്. ഡോൾ, ഈ ഡോൾ എവിടെയായിരിക്കുന്നത്? ഡോള് ഓൺ ദ ടേബിൾ ആൻഡ് ഡോഗ് എവിടെയായിരിക്കുന്നത്? ഡോഗ് അണ്ടർ ദ ടേബിൾ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് സെന്റൻസ് ആണ് കറക്റ്റ് ആവുന്നത്? ഇസ് ദാറ്റ് ഡോൾ അണ്ടർ ദ ടേബിൾ ആൻഡ് ഡോഗ് ഓൺ ദ ടേബിൾ? അണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ, ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ. അപ്പൊ ഇവിടെ എന്താണ് വാക്ക് കറക്റ്റ് വരുന്നത്? ഡോള് താഴെയും ഡോഗ് മുകളിലും എന്നാണ് ഫസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. Is it right? No, it is wrong. So next sentence എന്താ? Dog under the table and doll on the table. എന്താ പറഞ്ഞിരിക്കുന്നത്? Dog under the table. ഈ dog ടേബിളിന് അടിയിലാണ്. It is under the table and doll on the table. Doll ടേബിളിന് മുകളിലുമാണ്. അപ്പോൾ അതല്ലേ right one? നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. Click on the appropriate position word. Okay, next എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്, ഒരു പില്ലോ ഉണ്ട്, ഒരു ബോൾ ഉണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ പില്ലോ എവിടെയാണ്? Is it on the bed or under the bed? എവിടെയാണ് ഈ ബെഡ് പില്ലോ ഉള്ളത്? കട്ടിലിന്റെ മേലാണോ അല്ലെങ്കിൽ കട്ടിലിന്റെ താഴെയാണോ? സ്ക്രീനിൽ എഴുതുന്നത് മക്കളെ, കട്ടിലിന്റെ മുകളിലാണോ കട്ടിലിന്റെ താഴെയാണോ? Okay, pillow is on the bed, കട്ടിലിന് മുകളിലും, and the ball is under the bed. അല്ലേ? കട്ടിലിന് താഴെയും. Ball under the bed and pillow is on the bed. Click on the appropriate position word. Okay, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഫ്ലവർ വാസ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു മൗസ്, മിക്കി മൗസ്, റാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റാറ്റിനെ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഈ ഫ്ലവർ വാസ് എവിടെയാണ്? ഫ്ലവർ പോട്ട് ഈസ് ഓൺ ദ ടേബിൾ ആൻഡ് ദിസ് റാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ അല്ലേ? ഫ്ലവർ പോട്ട് അല്ലേ മുകളില്? അപ്പൊ അതിനെന്ത് പറയും? ഓൺ ദ ടേബിൾ. ഈ റാറ്റ് എവിടെയാണ്? ടേബിളിന് താഴെ. അപ്പൊ അതിനെന്ത് പറയും? ഈസ് അണ്ടർ ദ ടേബിൾ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഏത് സെന്റൻസാ കറക്റ്റ് നോക്കാം. റാറ്റ് അണ്ടർ ദ ടേബിൾ ആൻഡ് ഫ്ലവർ പോട്ട് ഓൺ ദ ടേബിൾ അതല്ലേ കറക്റ്റ്? റാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ ആൻഡ് ദ ഫ്ലവർ പോട്ട് ഈസ് ഓൺ ദ ടേബിൾ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവർക്കും ഇതെന്താന്ന് മനസ്സിലായോ? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഓണിനെ കുറിച്ചാണ് പഠിച്ചത്, ഓണും അണ്ടറും പഠിച്ചു. അത് അത്രയും മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇനി നമ്മള് ഈ ക്ലാസ്സില് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഫൺ ടൈം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഫൈൻഡ് ഔട്ട് വിച്ച് ലെറ്റേഴ്സ് ഹാവ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻ, വിച്ച് ഹാവ് ഓൺലി കർവ്ഡ് ലൈൻ. അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച ആ ഷേപ്പിന്റെ പോർഷനോട് കൂടി നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്താണ് പഠിക്കേണ്ടത്? ഓൺ, പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ ദ ടേബിൾ, അണ്ടർ ദ ടേബിൾ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എബോവ് അല്ലെങ്കിൽ ബോട്ടം, പിന്നെ ടോപ്പ്, ബോട്ടം, നിയർ, ഫാർ, ഈ ഡിഫറൻസ് ഒക്കെ മക്കൾക്ക് ഒന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. ലോങ്, ഷോർട്ട്, ഇതൊക്കെ ഓൾറെഡി അവരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ഒരു പഠിക്കേണ്ട മെയിൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് അവർക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവാനായിട്ട് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. അവരുടെ കൂടെ ഇരുത്തി അവരെ ചെയ്യിപ്പിക്കണം. പിന്നെ ഇതിന്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ത്? ജസ്റ്റ് നമ്മളുടെ ABCD ലെറ്റേഴ്സിൽ കേർവ്ഡ് ലൈൻസും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെറ്റേഴ്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്.
സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, കേർവ്ഡ് ലൈൻസ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എന്തൊക്കെയാണ്, അതൊക്കെ കുട്ടികൾക്ക് വീട്ടിൽ ഞങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ലെറ്റേഴ്സ് അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാവോ, കേർവ്ഡ് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവർക്ക് ഒരു ഐഡിയ ക്ലിയർ ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ABCD ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ Z എന്ന് പറഞ്ഞ ലൈനിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, കേർവ്ഡും വരുന്നുണ്ട്, പിന്നെന്താ വരുന്നത്, സോറി ഇസെറ്റിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം വരും. എസ് എന്ന് പറഞ്ഞ ലെറ്ററിൽ നമുക്ക് എന്ത് വരും, കേർവ്ഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. സിയിൽ കേർവ്ഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ബിയിൽ എന്തുണ്ട്, ബി ഹാസ് ബോത്ത് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കേർവ്ഡ് ലൈൻസ്. അങ്ങനെ കുട്ടികൾക്ക് ഒരു 5-6 ലെറ്റേഴ്സ് എഴുതി കൊടുത്തിട്ട് അത് കേർവ്ഡ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ് എന്താണെന്നൊക്കെ ഒരു ഐഡിയ അവർക്കൊന്ന് ക്ലിയർ ആക്കാനായിട്ട് പാരന്റ്സ് കൂടെ നോക്കണം. അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ഈ പേജിൽ കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള മറ്റു വസ്തുക്കൾ, ലീവ്സ് അല്ലെങ്കിൽ ലീവ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വുഡൻ പീസ്, നമ്മുടെ വിൻഡോ, അതൊക്കെ പറയുമ്പോൾ അവർക്ക് കേർവ്ഡ് എന്താണ്, സ്ട്രെയിറ്റ് എന്താണെന്നൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതേപോലെ ഷേപ്സ്, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ഷേപ്സിനെ കുറിച്ചും അവര് ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഷേപ്പ് എന്താണ്, ഫ്ലാറ്റ് എന്താണ്, റോൾ എന്താണ്, ഫ്ലാറ്റ് ഷേപ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ ഇതിനകത്ത് അവർ പഠിച്ചിരുന്നത് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച ഈ സ്പേസിനെ കുറിച്ചാണ് പഠിച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് അവർക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഔട്ട്ലൈൻസ്. ഔട്ട്ലൈൻ മീൻസ് ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ വരച്ചു കഴിയുമ്പോൾ അവർക്ക് എന്ത് ഷേപ്പ് കിട്ടുന്നതാണ്. നമ്മൾ ബോക്സ് വെച്ചിട്ടൊക്കെ അവരോട് ഒരു ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ബോക്സിന്റെ ഷേപ്പ് കിട്ടും. ഇറ്റ് മേ ബി എ റെക്ടാങ്കിൾ ഓർ സ്ക്വയർ, അങ്ങനെ എന്തെങ്കിലും കിട്ടും. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ് എന്താണ്, കേർവ്ഡ് ലൈൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ സ്പേസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അത് കഴിഞ്ഞിട്ട് പഠിച്ച കാര്യം. സ്പേസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഓൺ, അണ്ടർ, ടോപ്പ്, ബോട്ടം, നിയർ, ഫാർ, ഔട്ട്സൈഡ്, ഇൻസൈഡ്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഐഡിയ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പാരന്റ്സ് അത് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പൊ ഇതോടുകൂടി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. മക്കൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നാളെ മാത്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് രാവിലെ അടുത്ത മാത്സ് ക്ലാസ്സിന് വരുമ്പോൾ ചോദിക്കാം.